വിശുദ്ധ പത്രോസ് ശ്ലീഹായെ ഈശോ വിളിക്കുന്നതിന്റെ ആവിഷ്കാരം നമുക്കൊന്ന് കാണാം. ശേഷം പത്രോസ് ശ്ലീഹായെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗലീലി കടൽ തീരം, അവിടെ വല വീശിക്കൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാർ. അവിടേക്ക് ഈശോ കടന്നു വരികയാണ്. എടാ ശിമയോനെ, ഇന്ന് നല്ല കോളുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ അതെ. എടാ, ആരും അതിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് ഒരു ഗുരുവിനെ പോലെ ഉണ്ട്. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. എടാ ശിമയോനെ, ഇവന്റെ വാക്കുകൾക്കൊക്കെ എന്തൊരു പവറാണ്, എന്തൊരു കാന്തിക ശക്തി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കും തോന്നി. നമുക്ക് അവന്റെ കൂടെ പോവാം. വരൂ.
ക്രിസ്ത്യാനികളുടെ കടുത്ത ശത്രുവായി മാറി. യഹൂദ നിയമങ്ങളെയും ദേവാലയത്തെയും എസ്തഫാനോസ് വിമർശിച്ചപ്പോൾ കല്ലെറിയുന്ന ആദ്യത്തെ ആളുകളിൽ ഒരാളായിരുന്നു സാവൂൾ. അതിനുശേഷം സാവൂളിന്റെ ഭയാനകമായ വ്യക്തിത്വം അദ്ദേഹത്തെ മതപീഡനങ്ങളിലേക്ക് നയിച്ചു. യേശുവിന്റെ ശിഷ്യന്മാരെ അടിച്ചമർത്തുവാനായി ദമാസ്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവിക ഇടപെടലിലൂടെയുള്ള പരിവർത്തനത്തിന് സാവൂൾ വിധേയനാകുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് ചെറിയ ചെറിയ സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തിയ ശേഷം വിശുദ്ധൻ അറേബ്യൻ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി. ധ്യാനത്തിനിടക്ക് വിശുദ്ധന് നിരവധി വെളിപാടുകൾ ലഭിക്കുകയും യേശു വിശുദ്ധന് നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തിരികെ ദമാസ്കസിലെത്തിയ വിശുദ്ധൻ അവിടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചുവെങ്കിലും ജൂതന്മാർ വിശുദ്ധനെ വധിക്കുവാൻ തീരുമാനിച്ചതിനാൽ അവിടെ വിടുവാൻ നിർബന്ധിതനായി. ക്ഷാമത്താൽ കഷ്ടപ്പെടുന്ന ജെറുസലേം സമൂഹത്തിന് വേണ്ട പണവുമായി വിശുദ്ധൻ മറ്റൊരു യാത്ര നടത്തി. വിശുദ്ധനും ബർണബാസും കൂടി സെബ്രസ്യൂസ് ഏഷ്യ മൈനറിലും സുവിശേഷം എത്തിച്ചു. ഏഷ്യ മൈനറിലൂടെ യാത്ര ചെയ്ത് യൂറോപ്പ് മറകടന്ന് ഫിലിപ്പി, തെസ്സലോണിയ, ബേരിയ, ഏതൻസ്, ഗ്രീസ്, കൊറിന്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും നിരവധി ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധന്റെ മൂന്നാമത്തെ പ്രേക്ഷിത യാത്ര വിശുദ്ധനെ എഫോസസിലാണ് എത്തിച്ചത്. ജെറുസലേമിൽ വെച്ച് ജൂതന്മാർ തങ്ങളുടെ നിയമങ്ങളെ നിന്ദിച്ചുവെന്ന കുറ്റം ചുമത്തി വിശുദ്ധനെ പിടികൂടി. അവിടെ സിസിലിയായി 2 വർഷത്തോളം തടവിൽ കഴിഞ്ഞതിന് ശേഷം സീസറിനോട് അപേക്ഷിച്ചതിന്റെ ഫലമായി വിശുദ്ധൻ റോമിലേക്ക് അയക്കപ്പെട്ടു. അടുത്ത 2 വർഷങ്ങൾ വിശുദ്ധൻ മാൾട്ടായിൽ തടവിലായിരുന്നു. പിന്നീട് വിട്ടയക്കപ്പെട്ടു. വിശുദ്ധന്റെ ജീവിതത്തിലെ അവസാന വർഷങ്ങൾ പ്രേക്ഷിത യാത്രകൾക്കായിട്ടാണ് വിശുദ്ധൻ ചെലവഴിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ താൻ സ്ഥാപിച്ച സഭകളെ ഈ കാലയളവിൽ വിശുദ്ധൻ വീണ്ടും സന്ദർശിക്കുകയുണ്ടായി.